ഗിഗ് മേഖലയ്ക്കും IT അനുബന്ധ മേഖലയും പോലുള്ള പുതിയ തൊഴിൽ മേഖലകളിൽ സംഘടന കൂടുതൽ കരുത്താർജിക്കണമെന്ന CITU അഖിലേന്ത്യാ സമ്മേളന പ്രതിനിധികൾ. ലേബർ കോഡുകൾക്കെതിരായ തൊഴിലാളി സമരങ്ങളിൽ ബഹുജനങ്ങളെ കൂടി അണിനിരത്തണമെന്നും സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. സമ്മേളനത്തിന്റെ 3-ാം ദിനം സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. സംഘടനാപരമായ കരുത്തും ദൗർബല്യങ്ങളും ചൂണ്ടിക്കാട്ടിയും നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചുമാണ് പ്രതിനിധികൾ പൊതുചർച്ചയിൽ പങ്കെടുത്തത്. തൊഴിലാളികൾ കടുത്ത വെല്ലുവിളി നേരിടുന്ന കാലത്ത് സംഘടനാപരമായ കരുത്തു വർദ്ധിപ്പിക്കണമെന്ന പൊതുവികാരമാണ് ചർച്ചയിൽ ഉയർന്നത്. ഡെലിവറി ജീവനക്കാർ, ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ തുടങ്ങിയവർ ഉൾപ്പെടുന്ന ഗിഗ് മേഖലയിൽ CITU പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ചർച്ചയിൽ ഉയർന്നുവന്ന അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് ഭാവി കടമകൾ നിശ്ചയിക്കുമെന്ന് ജനറൽ സെക്രട്ടറി തപൻ സെൻ പറഞ്ഞു. Was again and again reiterated by the comrades from different states who are participating in the discussion and making important suggestions, and also self-critical approach that we should have done that much but we could not do that much. We have to cover up the deficit. Including all these approach, that discussion is going on. And by the end of the day, by the end of this discussion, we will conclude with a set of tasks. How to advance the struggle further, how to expand our reach to the people where the movement has not yet reached. വിവിധ സംസ്ഥാനങ്ങളിലെ തൊഴിൽ സാഹചര്യങ്ങളും സംഘടനാ ഇടപെടലുകളും ചർച്ചയായി. ലേബർ കോഡുകൾക്കെതിരായ പ്രക്ഷോഭത്തിൽ ബഹുജനങ്ങളെ കൂടി അണിനിരത്തണമെന്നും പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. വിവിധ സംസ്ഥാന ഘടകങ്ങളെയും ഫെഡറേഷനുകളെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തത്. സംഘടനാപരമായ ശക്തി ദൗർബല്യങ്ങൾ മുടിയിഴകീറി പരിശോധിക്കുകയാണ് അഖിലേന്ത്യാ സമ്മേളനം. പുതിയ വെല്ലുവിളികൾ ഉയരുന്ന കാലത്ത് ബഹുജനങ്ങളെ കൂടി അണിനിരത്തി പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് പ്രതിനിധികൾ ചർച്ചയിൽ ഉയർത്തിക്കാട്ടുന്നത്. വിശാഖപട്ടണത്തിൽ നിന്നും ക്യാമറാമാൻ മിഥുൻ ചാത്തോത്തിനൊപ്പം M. സന്തോഷ്.